ശ്യാംലാലിന്റെ കുടുംബം അത്യാവശ്യം പണക്കാര് തന്നെയായിരുന്നവർ. അദ്ദേഹത്തിന്റെ ഭാര്യ ശകുന്തള, മക്കളും ഭാര്യയും ഒക്കെ വലിയ തറവാട്ടിലാണ് താമസിച്ചത്. ശ്യാമലാലിന്റെ തറവാട് വലുതാണെങ്കിലും മനസ്സത്ര വലുതല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവം ഒരു വല്ലാത്ത സ്വഭാവമായിരുന്നു. അതുകൂടാണ്ട് കുടുംബക്കാരുടെ സ്വഭാവവും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. എന്നാൽ ഇളയ മരുമകൾ ഗോപിയുടെ സ്വഭാവം അങ്ങനെയല്ല. ഗോപി ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ സ്വഭാവവും നല്ലതായിരുന്നു, പാവവുമായിരുന്നു. വീട്ടിലെ ജോലിക്കാരും ഫാക്ടറിയിലെ ആൾക്കാരോടൊക്കെ അവൾക്ക് നല്ല സ്നേഹമായിരുന്നു. പക്ഷെ അവളുടെ ഈ സ്വഭാവം കാരണം അവളുടെ കുടുംബത്തിൽ നിന്നും അവൾക്ക് ഒരുപാട് വഴക്കം കേൾക്കുമായിരുന്നു. നമ്മുടെ സ്റ്റോർ റൂമിൽ നിന്നുള്ള തുണിക്കെട്ടെല്ലാം നീ ഫാക്ടറി പോയെടുത്തോ. അങ്ങനെ ഇന്ന് 2 ജോലിക്കാർ അവധിയാണ്. ഞാനിപ്പോ ഫാക്ടറിയിൽ നിന്ന് ഒറ്റക്കാ വന്നത്. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? നീ പോയി ചെയ്യങ്ങോട്ട്. അങ്ങനെ അച്ഛൻ പറയുന്നത് നീ കേട്ടില്ലേ? പോയി തുണിയെടുത്ത് നിന്റെ വണ്ടിയെ കൊണ്ട് വെക്കടാ. ജോലിക്കാരൻ മോഹന് വിഷമമായി. അവൻ അന്നേ ദിവസം വയ്യായിരുന്നു. അവന് പനിയായിരുന്നു. അവൻ വീട്ടിൽ നിന്ന് തുണിക്കെട്ടുകളുമായി തോളിൽ വച്ച് താങ്ങി ഫാക്ടറിയിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് കാലുളുക്കി താഴത്തോട്ട് വീണു. തുണിക്കെട്ടുകൾ തറയെ വീണ് കിടന്ന ചെളിയിൽ വീണു. അയ്യോ അച്ഛാ, ഇത് കണ്ടാ? മോഹൻ എന്ത് പരിപാടിയാ ചെയ്തേന്ന്? ആ തുണി മുഴുവൻ അഴുക്കായില്ലേ? ഇതെങ്ങനെ സംഭവിച്ചേ? നീ എന്താടാ കണ്ണുപൊട്ടനാണോ? ഒരു ചെറിയ കാര്യം പറഞ്ഞപ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റില്ലേ? ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഗോപി, നീ എന്താ ചെയ്യണേ? മാറി നിക്ക്. ജോലിക്കാരോട് ഇത്ര സ്നേഹമൊന്നും പാടില്ല, അത് തലേ കയറും. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നീ ഫാക്ടറിയിലെ ആ ജോലിക്കാരോടും വീട്ടിലെ വേലക്കാരോടും ഒക്കെ എന്താണ് ഇത്ര സ്നേഹത്തോടെ സംസാരിക്കണം? അതിന്റെ ആവശ്യമില്ല. നീ വലിയ വീട്ടിലെ മരുമകളാ. ഇവിടെ ഈ വീട്ടിന് അന്തസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, മറക്കണ്ട. എത്ര പറഞ്ഞു തരണം ഈ പാവപ്പെട്ടവരെ ഒന്നും അടുപ്പിക്കരുത് എന്ന്. അച്ഛാ, ഇത് നോക്ക്. ഈ ഇളയ മരുമകൾക്ക് ഇവനോടൊക്കെ എന്ത് സ്നേഹമാ. നമുക്ക് എന്ത് നഷ്ടമാ വന്നത്? എന്നിട്ട് അവള് പറയുന്ന കേട്ടില്ലേ? നോക്ക് മോഹൻ, ഇതെനിക്ക് വലിയ നഷ്ടമാണ് വരുത്തി വെച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ പൈസ ഞാൻ കട്ട് ചെയ്യും. എടാ, നിന്റെ അടുത്ത മാസം ശമ്പളത്തിൽ നിന്ന് ഞാൻ ഈ പൈസ എന്തായാലും കട്ട് ചെയ്യും. അച്ഛാ, അവൻ ഈ മാസം 2 അവധിയുണ്ട്, അതുകൂടി കട്ട് ചെയ്തേക്ക്. അങ്ങനെയാണെങ്കിൽ ഈ മാസം ശമ്പളത്തിൽ നിന്ന് ഒരു 700 രൂപ അങ്ങോട്ട് പിടിക്കാല്ലേ? മോഹൻ വയ്യാഞ്ഞിട്ടും ആ തുണിക്കെട്ടുകൾ മുഴുവൻ ഫാക്ടറിയിൽ കൊണ്ട് എത്തിക്കും. ഗോപി, ഞാൻ നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞതാണ് ഇവരോടൊന്ന് സ്നേഹം കാണിക്കലെന്ന്. ഞാൻ ഫാക്ടറിയിൽ നിന്ന് മടങ്ങിയപ്പോഴാണ് ഇതെല്ലാം അറിഞ്ഞത്. നീ എന്തിനാണ് മോഹനോട് ഇത്രയും കരുണ കാണിക്കുന്നേ? നീ കാരണം ഞാനും ഇപ്പോൾ വഴക്ക് കേൾക്കുവാണ്. ഇനി മുതൽ നീ ഒരു വേലക്കാരൻ സഹായിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഗോപി പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ ഭർത്താവായ സുനിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വീട്ടിലെ ജോലിക്കാരി ഗോപിയോട് പറഞ്ഞു മോഹന്റെ വീട്ടിൽ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന്. ഈ കാര്യം കേട്ട് ഗോപിക്ക് ഒരുപാട് വിഷമമായി. ആരും അറിയാതെ അടുത്ത ദിവസം ഗോപി മോഹന്റെ വീട്ടിലെത്തി. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന വീട്, വയ്യാണ്ട് കിടക്കുന്ന മോഹന്റെ ഭാര്യ. അല്ല, തമ്പുരാട്ടി എന്താ ഇവിടെ? അയ്യോ, ഇത് അങ്ങനെങ്ങാനും അറിഞ്ഞാ എന്റെ ജോലിയുടെ കാര്യം വലിയ കഷ്ടമാകും. മോഹൻ ചേട്ടാ, വീട്ടുകാരൊന്നും അറിയത്തില്ല. ഇത് കുറച്ച് മരുന്നാ, പിന്നെ ഈ പൈസയും വെച്ചോ. വീട്ടു സാധനങ്ങളും പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കേ. തമ്പുരാട്ടി, നിങ്ങൾ ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണ്. അങ്ങുന്ന് എന്റെ ശമ്പളം പിടിക്കുന്നുണ്ട്. തമ്പുരാട്ടി ആണെങ്കിൽ സഹായിക്കുന്നു. തമ്പുരാട്ടി, നിങ്ങള് വലിയ തറവാട്ടിലെ മരുമകളാണ്. പക്ഷെ ആ തറവാട്ടിനേക്കാളും വലിയ മനസ്സാ. ദൈവം തമ്പുരാട്ടി അനുഗ്രഹിക്കട്ടെ. ഗോപി ആരും അറിയാതെ എല്ലാവരെയും സഹായിക്കുമായിരുന്നു. ചിലവരുടെ മക്കളുടെ ഫീസ് അടയ്ക്കും, ചിലവർക്ക് ഭക്ഷണം കൊടുക്കും, ചിലവർക്ക് മരുന്ന് വരെ മേടിച്ചു കൊടുക്കും. ഫാക്ടറിയിലെ ജോലിക്കാരൊക്കെ ഗോപിയെക്കുറിച്ച് എപ്പോഴും നല്ലതേ പറയുള്ളായിരുന്നു. സത്യം പറയാലോ, ഗോപി തമ്പുരാട്ടി നമുക്ക് ഭാഗ്യമാണ്. ഒരു വശത്ത് ആ തറവാട്ടിലുള്ള ബാക്കിയുള്ളവരൊക്കെ എന്തു സ്വാർത്ഥരാണ്. എന്നാലോ അവിടത്തെ ഗോപി മരുമോൾ എന്ത് പാവാ. കമല പറഞ്ഞത് സത്യവാ. ഗോപി തമ്പുരാട്ടി നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ടല്ലേ. ഇവിടുത്തെ മുതലാളിയാണെങ്കിലോ നമ്മളെ കൊണ്ടുള്ള പണിയും ചെയ്യിക്കും, എന്നാ കാശോ തരത്തുമില്ല. എന്നിട്ട് കിടന്ന് ഭരിക്കാനും വരും. ഗോപി തമ്പുരാട്ടിനെ ദൈവം എന്തായാലും അനുഗ്രഹിക്കും. ഞങ്ങളെല്ലാരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈ സത്യം അധികം നാള് നിന്നില്ല. മൂത്ത മരുമകൾ സുധയ്ക്ക് ഇതെല്ലാം ഒരു ദിവസം അറിയാൻ പറ്റി. അവള് നേരെ അമ്മയച്ഛന്റെ അമ്മായിയമ്മയടുത്ത് പോകും. അമ്മ, അച്ഛാ, ഇവിടത്തെ ഇളയ മരുമകൾ ഗോപി ഉണ്ടല്ലോ, ആരും അറിയാതെ പാവപ്പെട്ടവർക്കൊക്കെ പൈസ ദാനം കൊടുക്കുക. എന്ത് ഗോപി, ഇത് സത്യമാണോ? ഇവള് മിണ്ടാതിരിക്കുമ്പോ തന്നെ മനസ്സിലായില്ലേ? വീട്ടിലെ ജോലിക്കാരെ ഇവള് സഹായിക്കുന്നുണ്ട്. ഗോപിക്ക് അറിയായിരുന്നു അവളുടെ സത്യം പുറത്തേക്ക് വരുമെന്ന്. അതുകൊണ്ട് അവൾക്ക് മിണ്ടാതിരിക്കാനല്ലാതെ വേറെ മാർഗമുണ്ടായില്ല. അങ്ങനെ വീട്ടിലെ എല്ലാരും ദേഷ്യത്തോടെ തന്നെ ഗോപിയോട് പറഞ്ഞു ഇനി ഒരിക്കലും പാവപ്പെട്ടവരെ സഹായിക്കരുതെന്ന്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ശ്യാംലാലിന് ഒരു വലിയ ഓർഡർ കിട്ടി. അതിന്റെ സന്തോഷത്തിലായിരുന്നു. എല്ലാ സ്റ്റോക്കുകളും ഫാക്ടറി തന്നെ ഉണ്ടല്ലോ അല്ലേ? 2 ദിവസം കഴിയുമ്പോൾ അയക്കേണ്ടതാണ്. അതെ അച്ഛാ, എല്ലാം ഫാക്ടറി തന്നെ സേഫായിട്ടുണ്ട്. എന്ത് തന്നെയാണേലും അച്ഛാ, ഈ പ്രാവശ്യം നമ്മുടെ ദീപാവലി അടിപൊളിയായിരിക്കും.
ഞാൻ എന്തായാലും ഇപ്രാവശ്യം ദിവാലിക്ക് കുറെ ഷോപ്പിംഗ് ചെയ്യാൻ പോവാ. പിന്നില്ലേ അച്ഛാ, ഞാൻ ഒരു കാര്യം പറയാം. ഇത്രയും വലിയ ഓർഡർ കിട്ടിയതല്ലേ, അപ്പൊ എനിക്ക് ലാഭത്തിൽ നിന്നൊരു പങ്ക് വേണം. എനിക്കും പിള്ളേർക്കും ചേട്ടനും കുറച്ച് ഉടുപ്പൊക്കെ എടുക്കാനുണ്ടതാ. ആരും ഒട്ടും വിഷമിക്കണ്ട. ഈ ഓർഡർ കൊണ്ട് ഈ വർഷം മാത്രമല്ല, അടുത്ത വർഷത്തെ ദീപാവലി നമ്മൾ ആഘോഷിക്കും. ഈ ഓർഡറിന് ശേഷം നമുക്ക് ഇനിയും വർക്കുകൾ കിട്ടും. സത്യം പറയാലോ, എന്തു വലിയ ഓർഡറാ നമുക്കെല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. വീട്ടിലെല്ലാരും സന്തോഷത്തിലായിരുന്നു. ഗോപിക്കും ഇത് കേട്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു. പക്ഷെ അന്നേ രാത്രി ഫാക്ടറിയിൽ തീ പിടിച്ചു. അതുകൊണ്ട് തന്നെ ആ തീയിൽ അവരുടെ സ്റ്റോക്ക് മുഴുവനും കത്തിപ്പോയി. എല്ലാ സ്റ്റോക്കുകളും കത്തിപ്പോയി, ഒന്നും ബാക്കിയില്ല. അച്ഛാ, എന്തൊക്കെയാ നമ്മൾ ആഗ്രഹിച്ചത്, പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് പോയി. അച്ഛാ, നമുക്ക് 2 ദിവസമേ ഇനിയുള്ളൂ. ക്ലയന്റിന് സ്റ്റോക്ക് കൊടുത്തില്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കും. നമ്മുടെ എല്ലാവരുടെയും ബാങ്കിലുള്ള എല്ലാ പൈസയും എടുക്കണം. തികഞ്ഞില്ലെങ്കിലേ നമുക്ക് സ്വർണ്ണമെല്ലാം വിൽക്കാം. പണം നമുക്ക് തിരികെ കൊടുത്ത് അവരോട് ക്ഷമ ചോദിച്ചു നോക്കാം. എന്തായാലും നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ കാര്യങ്ങളെല്ലാം അവരോട് നമുക്ക് തുറന്നു പറയാം. എല്ലാരും വിഷമത്തിലിരുന്നപ്പോ ഗോപി പറഞ്ഞു, അച്ഛ വിഷമിക്കണ്ട. നമ്മുടെ ജോലിക്കാരെല്ലാരും നമുക്ക് വേണ്ടി സഹായം ചെയ്യില്ലേ? 2 ദിവസം കൊണ്ട് നമുക്ക് ഓർഡർ പൂർത്തിയാക്കാം. എല്ലാവരും വർഷങ്ങളായിട്ട് കൂടെയുള്ളതല്ലേ അച്ഛാ. അവരില്ലാന്ന് പറയില്ല. അവരല്ലേ നമ്മുടെ ധൈര്യം. എന്റെ ഗോപി, തമാശ കളിക്കേണ്ട സമയമൊന്നുമല്ല. ഇത് സീരിയസ് ആയിട്ടുള്ള കാര്യാ. മോളെ, നീ എടുത്തു ചാടി ഒന്നും പറയല്ലേ. ഗോപിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. മോൾക്ക് ഉറപ്പുണ്ടോ അവർ നമ്മുടെ കൂടെ തന്നെ നിൽക്കുമെന്നുള്ള കാര്യം? അത് ഉറപ്പായിട്ടും അച്ഛാ. നമുക്കൊന്ന് അവരോടൊന്ന് സംസാരിച്ചു നോക്കാം. ഗോപി പറഞ്ഞപ്പോ ഫാക്ടറിയിലെ എല്ലാ ജോലിക്കാരും സമ്മതിച്ചു. മുതലാളി ഒട്ടും വിഷമിക്കണ്ട. 2 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാക്കാം. ഞങ്ങൾക്ക് വിട്ടു തന്നേക്കൂ. മുതലാളി ഞങ്ങളുടെ അന്നദാതാവാണ്. ഞങ്ങൾ എന്തായാലും കൂടെയുണ്ട്. ജോലിക്കാരെല്ലാരും ധൈര്യത്തോടെ പറഞ്ഞപ്പോ വീട്ടുകാരൊക്കെ അന്താളിച്ചു നിന്നുപോയി. ശ്യാംലാൽ ഈ സമയത്ത് ജോലിക്കാരോട് കാണിച്ച ദുഷ്ടകരമായ കാര്യം ഓർത്തുപോയി. അതേ ജോലിക്കാര് ഒരു പ്രശ്നം വന്നപ്പോൾ അവര് തന്നെ കൂടെയുണ്ടായി. ജോലിക്കാരെല്ലാരും കഷ്ടപ്പെട്ട് 2 ദിവസത്തിനുള്ളിൽ സ്റ്റോക്ക് റെഡിയാക്കി. ശ്യാംലാൽ ഇതൊക്കെ കണ്ട് ഞെട്ടിപ്പോയി. ഒരേ സമയം വഴക്കു പറഞ്ഞിരുന്ന ജോലിക്കാര് അവന്റെ ഒരു പ്രശ്നത്തിന് കൂടെ നിൽക്കുന്നത് കണ്ട് ശ്യാംലാലും കുടുംബത്തിനും എല്ലാം വ്യക്തമായി മനസ്സിലായി. വലിയ വീടൊന്നുമല്ല, വലിയൊരു മനസ്സാണ് മനുഷ്യന് വേണ്ടതെന്ന്. എനിക്ക് കോമലിക്കനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാണാൻ നല്ല മിടുക്കിയാണ്, വീടും കൊള്ളാം. നിങ്ങളെന്ത് പറയണു? ചേച്ചി, എനിക്കും കുമ്പളെ ഇഷ്ടമാണ്. ബാക്കിയൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. എനിക്കും അത് ഇഷ്ടാവും. എന്റെ അനിയൻകുട്ടൻ നല്ല മിടുക്കൻ തന്നെ. മാഡം, ഞാനും അവൻ്റെ കാറ്റഗറിയിലാ. എപ്പോഴും നിന്നെ ഇഷ്ടപ്പെട്ടെന്ന് ഓർമ്മയില്ലേ? കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടതല്ലേ? അവിടെ അങ്കൂറിന്റെ അച്ഛനും അമ്മയും പെണ്ണു വീട്ടുകാരോട് പറയും. അതെ, കുട്ടികൾക്ക് വളരെ ഇഷ്ടമായി. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഇതങ്ങ് ഉറപ്പിക്കാം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. 2 വീട്ടുകാരും ചേർന്ന് ആ കല്യാണം അങ്ങ് നിശ്ചയിക്കും. അവരെല്ലാം പോയി കഴിയുമ്പോ കോമലിക്ക അനിയത്തിയോട് പറയും, നീ കണ്ടിരുന്നു ശിവാനി, എന്റെ ചേട്ടത്തി വില കുറഞ്ഞ സാരിയല്ലേ ഉടുത്തത്? അവരുടെ വീട്ടുകാര് പാവപ്പെട്ടവരാന്ന് തോന്നുന്നു. അതല്ലേ, നമ്മുടെ വീട്ടിലെ വേലക്കാരി പോലും ഇതുപോലത്തെ സാരി ഉടുക്കത്തില്ല. അവളെന്തേലും ഉടുക്കുന്നതിന് നിങ്ങൾക്ക് 2 പേർക്കും എന്താ? അവര് പാവപ്പെട്ടവരാണെങ്കിൽ എന്താ? നിന്റെ അച്ഛനും അമ്മയും പണക്കാരല്ലേ? നിനക്ക് ഒരുപാട് സ്ത്രീധനം തരാൻ പോവല്ലേ? നിന്റെ അമ്മായിയമ്മ നിന്നെ തലയെ കയറ്റി വെക്കും. നിന്റെ ചേട്ടത്തിക്ക് എല്ലാ ജോലിയും ചെയ്യേണ്ടി വരും. മനസ്സിലായോ? കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയങ്ങ്. കോമലിക്ക അവളുടെ കല്യാണത്തിന് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിക്കും. മുംബൈയിലെ വലിയ ഷോറൂമിൽ നിന്നാണ് വാങ്ങുന്നത്. ഒരുപാട് വിലമതിക്കുന്ന സാരികൾ വാങ്ങിക്കൂട്ടും. കുറച്ചു ദിവസം കഴിഞ്ഞ് കല്യാണത്തിന്റെ ദിവസം എത്തി. കല്യാണ ദിവസത്തിലും 2000 രൂപയുടെ സാരിയാണ് ചേട്ടത്തി ഉടുത്തിരുന്നത്. കല്യാണ മണ്ഡപത്തിലിരുന്ന കൊമോലിക്ക അവരെ നോക്കി ആലോചിച്ചോണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഓ, ഈ ചേട്ടത്തിന്റെ കാര്യം നാണം കെടുത്തു. ഇപ്പോഴെങ്കിലും കല്യാണത്തിന് നല്ല സാരി ഉടുത്തുകൂടായിരുന്നു. കൊമോലിക്ക കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നു കയറുമ്പോ ശ്രീധരമായിട്ട് ഒരുപാട് സാധനങ്ങൾ കിട്ടും. കൊമോലിക്കയുടെ മുഖം കാണുന്ന ചടങ്ങായിരുന്നു. അയൽപക്കത്തെ ആൾക്കാര് സമ്മാനം കൊടുത്തിട്ട് പോകും. വില കുറഞ്ഞ ഒരു സാരി ഉടുത്ത് അവളുടെ ചേട്ടത്തി അനിത ഒരു ഗിഫ്റ്റുമായി അവൾക്ക് ചടങ്ങിന് കൊടുക്കും. എല്ലാ ചടങ്ങും കഴിഞ്ഞ് കൊമോലിക്ക ചേട്ടത്തി തന്ന സമ്മാനം തുറന്നു നോക്കുമ്പോ ഒരു സാരിയും 101 രൂപയും. അയ്യോ, ഇത് സാരിയാണോ വൃത്തികെട്ടത്? സ്വന്തമായിട്ട് ഉടുക്കുന്ന പോലത്തെ സാരി തന്നെ എനിക്ക് തന്നേക്കണോ? ഞാൻ ഇത് വേലക്കാരിക്ക് കൊടുക്കാൻ പോവാ. എന്റെ പൊന്നങ്കൂരെ, ചേട്ടത്തി ഇത്രയും പിശുക്കിയാണല്ലോ. എല്ലാരും എനിക്ക് വില കൂടി ഗിഫ്റ്റ്സ് ആണ് തന്നത്. അവര് മാത്രം ഈ വില കുറഞ്ഞ സാരി. അത് വിട് കൊമലിക്ക, ബാബിക്ക് അങ്ങനെ തോന്നിയോണ്ടായിരിക്കും തന്നത്. കൊമോലിക്ക അടുത്ത ദിവസം വില കൂടി ഒരു സാരി എടുത്ത് അടുക്കളയിലേക്ക് പോകും. നന്നായി നീ വന്നത്. ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ അടുക്കളയില്. എന്തെങ്കിലും ഉണ്ടാക്ക്. ഉണ്ടാക്കാനോ? ഞാനോ?
വിലക്കൂടിയ സാരി ഉടുത്തതേ ആഹാരം ഉണ്ടാക്കാനല്ല, ഒരിക്കലും ഇല്ല. ഇനി നിങ്ങൾക്ക് ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ്. കമോലിക്ക ഇതും പറഞ്ഞിട്ട് ആഹാരം ഓൺലൈനിൽ ഓർഡർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കും. ഇതാ ആദ്യമായിട്ട് അടുക്കളയിൽ കയറിയ എന്റെ ആഹാരം. പക്ഷെ മരുമോളെ, നീ ഉണ്ടാക്കിയില്ലല്ലോ വീട്ടില്. ഓ അമ്മായി, കുറഞ്ഞ പൈസയിൽ ഇത്രയൊക്കെ വീട്ടിൽ വന്നില്ലേ, ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? പക്ഷെ മോളെ, വീട്ടിലെ മരുമക്കളല്ലേ ആഹാരം ഉണ്ടാക്കേണ്ടത്. കുമലിക്ക് അമ്മ പറഞ്ഞത് വളരെ ശരിയാ. കഴിക്കാനുള്ള ഭക്ഷണം ഇങ്ങനെയല്ല കൊണ്ടുവരേണ്ടത്. ചേച്ചി കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം എല്ലാവർക്കും കൊടുത്തത്. ഓ, ഇനിയിപ്പോ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. ഇപ്പൊ തൽക്കാലം ഇത് കഴിക്കും, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊന്നും എല്ലാം വെക്കണം, ടൈം എടുക്കും. ചേട്ടതേപ്പോ രാവിലത്തെ ആഹാരമൊക്കെ ഒന്ന് ഉണ്ടാക്കിയേക്കണേ. കൊമോലിക്ക പൈസക്കാരിയായ എന്റെ ഹുങ്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കാണിക്കുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി. ദീപാവലി അങ്ങ് അടുത്തു വന്നപ്പോ വീട്ടിലേക്ക് കൊമോലിക്കയുടെ അച്ഛനും അമ്മയും വന്നു. അവരെല്ലാവർക്കും വേണ്ടി മധുരപലഹാരമൊക്കെ കൊണ്ടുവന്നു. കൊമോലിക്ക ചേട്ടത്തിയുടെ മുറിയിലേക്ക് പോയി. ചേട്ടത്തി, ഈ സാരി എന്റെ അമ്മ കൊണ്ടുവന്നാ, ചേട്ടത്തിക്ക് വേണ്ടി. ഇഷ്ടായോ? ആ കൊമോലിക്ക, എനിക്കിഷ്ടായി. ഇഷ്ടപ്പെടാതിരിക്കോ? വില കൂടിയ സാരിയാണ്. എന്റെ മുഖം കാണുന്ന ചടങ്ങില് ചേട്ടത്തി എനിക്ക് സാരി തന്നില്ലേ, അതുപോലത്തെ സാരിയൊക്കെ ഞങ്ങൾ ദീപാവലിക്ക് വിലക്കാരിക്ക് കൊടുക്കുന്ന സാരികളാ. ചേട്ടത്തിക്ക് മനസ്സിലായി മുഖം കാണുന്ന ചടങ്ങിൽ കൊടുത്ത സാരിയുടെ കുറ്റമാണ് അവള് പറഞ്ഞതെന്ന്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടു തന്നില്ലേ? ആ, അവര് വരും. വൈകുന്നേരമൊക്കെ ആവുമ്പോ അവരെത്തും, നിന്നെ കാണും. അവള് പതുക്കെ ജോലിയിൽ തിരക്കായി പോയി. വീട്ടിലെ ജോലികളൊക്കെ അവളായിരുന്നു ചെയ്തത്. കൊമോലിക്ക ഒരിക്കലും വീട്ടിലെ ജോലി ചെയ്യാൻ ആഗ്രഹിച്ചില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു. വൈകുന്നേരം ആവുമ്പോ വീടിന്റെ പുറത്തൊരു വലിയ കാറ് വന്ന് നിൽക്കും. ചേട്ടത്തിയുടെ അമ്മയച്ഛനോടും എത്തും. അവളുടെ അമ്മയും സാധാരണ സാരിയാണ് ഉടുത്തിരുന്നത്. അവരെ കണ്ട് കൊമലിക്ക് ദേഷ്യം വരും. ആ, വന്നല്ല ചേട്ടത്തിയുടെ അച്ഛനും അമ്മയും. പാവപ്പെട്ടവരെപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ. അപ്പോഴേക്കും കുറച്ച് വേലക്കാര് കയ്യിൽ നിറച്ച് സമ്മാനവുമായി കുറെ സ്വീറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ എല്ലാവർക്കും വേണ്ടി കൊണ്ടുവരും. ദീപാവലിക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന സീറ്റ്സ് ഒക്കെ വാങ്ങിച്ചോളൂ. ഇത്രയൊക്കെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഇത് ഞങ്ങളുടെ സ്നേഹമാണ് നിങ്ങളോടുള്ള. അതെ, പിന്നെ ഞങ്ങൾക്ക് ആശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോഴേ ദീപാവലിക്ക് വരാൻ പറ്റുള്ളൂ, അതുകൊണ്ടാ. ആശ്രമത്തിൽ കഴിക്കാനും കുടിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ? ഇന്നും ദീപാവലിയുടെ അന്ന് ഞങ്ങൾ അവിടെ പോയി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. എന്ത് അനാഥാശ്രമം ഉണ്ടോ നിങ്ങക്ക്? കണ്ടാൽ തോന്നുകയില്ല ഇവര് പണക്കാരാണെന്ന്, കാരണം ഇവരുടെ വേഷം കണ്ടില്ലേ. അതേ കുമലിക, ഇവര് സമ്പന്നരാണ്. പക്ഷേ സമ്പന്നരായി ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല, സാധാരണക്കാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ആശയം എന്റെ ഭാര്യയുടേതാ. വിചാരിച്ചതെന്തെന്ന് വെച്ചാൽ വില കൂടിയ വസ്ത്രങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുത്ത് അവരുടെ വയറ് നിറയ്ക്കുന്നതല്ലേ ഭേദം. ശരീരം മറയ്ക്കാൻ വില കൂടിയ സാരി ധരിക്കണമെന്നൊന്നും ഇല്ലല്ലോ. വില കുറഞ്ഞ സാരി എടുത്താലും ധാരാളമാ. മരുമോളെ, നിന്റെ വീട്ടുകാരെക്കാളും എത്രയോ കൂടുതൽ പണക്കാരാണ് ഇവളുടെ വീട്ടുകാര്. ഇവർക്ക് വേണ്ടി ചെലവാക്കാരേ ഇല്ല. ഇവര് മറ്റുള്ളവരെ സഹായിക്കും, അതാ ഇവരുടെ ഗുണം. ഞങ്ങൾ ആദ്യ സമയം ചേച്ചിയെ കണ്ടപ്പോഴുണ്ടല്ലോ, അവർ ടീഷർട്ടും മറ്റു വസ്ത്രം ധരിച്ചിരുന്നു. ഞാനും വിചാരിച്ചു ഇത്രയും പണക്കാരായിട്ട് ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിക്കുമെന്ന്. ഇവരെ ചേച്ചിയായി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കണ്ടില്ലേ, ഇത്രയും വലിയ വീട്ടിൽ നിന്നും വന്നിട്ടും എത്ര സുന്ദരമായ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നമ്മുടെ മൂത്ത മരവുകൾ വളരെ നല്ല കുട്ടിയാ. എല്ലാരും പറയണത് കേട്ടപ്പോ കൊമോലിക്കയ്ക്ക് അവള് ചെയ്ത തെറ്റ് മനസ്സിലായി. അതിനുശേഷം കൊമോലിക്ക ചേട്ടത്തിയോട് മാപ്പ് പറയും ചെയ്തതിന്. അവളുടെ ചേട്ടത്തി അവളോട് ക്ഷമിക്കുകയും ചെയ്യും. Thanks for watching.